സപ്ലൈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് പ്രൈസസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ്സ്. ഇൻപുട്സിന്റെ പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് സപ്ലൈനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ടെക്നോളജി ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതെല്ലാം നമ്മൾ നോക്കി. അടുത്തതായിട്ട് റിലേറ്റഡ് ഗുഡ്സ്. മറ്റ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടും കോംപ്ലിമെന്ററി ഗുഡ്സും ഇവയാണ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് പകരം മറ്റൊന്ന് എന്ന രീതിയിൽ. അത് കൺസ്യൂമറുടെ കാര്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കൊക്കക്കോള കുടിക്കുന്ന ആള് അതിന് പകരം പെപ്സി കുടിച്ചാലും മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ആള് ചായക്ക് പകരം കാപ്പി കുടിക്കും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. പക്ഷെ ഇവിടെ ഇത് സപ്ലയറുടെ ആംഗിളിൽ കൂടി നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. എന്താണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്? സപ്ലൈ ഓഫ് എ കമോഡിറ്റി ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ്സ്. ലെറ്റ് us suppose that a farmer produces two goods, wheat and rice, with the help of a given resource. അയാളുടെ കയ്യിലുള്ള ഭൂമി, അതുപോലെ തന്നെ അയാളുടെ അധ്വാനശേഷി, അയാളുടെ കയ്യിൽ കുറച്ച് മൂലധനമുണ്ട്, വിത്തും വളവും കീടനാശിനിയൊക്കെ വാങ്ങിക്കാനായിട്ട് ആ ക്യാപിറ്റൽ. ഇത്രയും സെയിം റിസോഴ്സ് ഉപയോഗിച്ച് തന്നെ അദ്ദേഹം രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിചാരിക്കുക. ഒന്നല്ലെങ്കിൽ അയാൾക്ക് അത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കാം. അപ്പം ഇവിടെ ഇഫ് ദ പ്രൈസ് ഓഫ് റൈസ് ഇൻക്രീസസ്, അതായത് നെല്ലിന്റെ വില വല്ലാതെ കൂടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ പ്രോഫിറ്റബിൾ ഫോർ ദ ഫാർമർ ടു പ്രൊഡ്യൂസ് മോർ റൈസ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിച്ചാൽ അദ്ദേഹത്തിന് കൂടുതൽ ലാഭകരമായിട്ട് അദ്ദേഹത്തിന് അത് വിൽക്കാൻ സാധിക്കും, കൂടുതൽ പണം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം പക്ഷെ ഗോതമ്പിന്റെ വില കയറുന്നില്ല, വില ഇടിഞ്ഞു തന്നെ നിൽക്കുവാണ്. ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു, ഈ രീതിയിലാണ് ചെയ്യുക. ഇത്ര നാൾ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ച ആളാണെങ്കിൽ കൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, റൈസ് പ്രൊഡക്ഷനിലേക്ക് തന്റെ റിസോഴ്സസ് ഡൈവേർട്ട് ചെയ്ത് വിടും. ദ ഫാർമർ വിൽ ഡൈവേർട്ട് ഹിസ് റിസോഴ്സസ് ഫ്രം ദ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് റൈസ്. ഉണ്ടോ, ഗോതമ്പ് ഉൽപാദനത്തിൽ നിന്ന് റൈസിന്റെ പ്രൊഡക്ഷനിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നു, തന്റെ കയ്യിലുള്ള ഏതായാലും കൃഷിഭൂമി ചെലവാക്കണം, അധ്വാനം ചെലവാക്കണം, അതുപോലെ തന്നെ കുറച്ച് പണം മുടക്കണം. ഇത് എന്തിനാണ് ഈ വിലക്കുറവുള്ള ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്? വില കൂടുതലുള്ള റൈസ് ഉൽപ്പാദിപ്പിച്ച് കൂടുതൽ വരുമാനം ഉണ്ടാക്കിക്കൂടെ എന്ന് സ്വാഭാവികമായി ആ കർഷകൻ ചിന്തിക്കും. ആസ് എ റിസൾട്ട് ദ സപ്ലൈ ഓഫ് റൈസ് വിൽ ഇൻക്രീസ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം കൂടുതൽ റൈസ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യും. ആൻഡ് ദാറ്റ് ഓഫ് വീറ്റ് വിൽ ഡിക്രീസ്. അപ്പോൾ ഗോതമ്പിന്റെ സപ്ലൈ ആ സമയത്ത് അദ്ദേഹത്തെ പോലെ പല കർഷകർ ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് അവരെല്ലാവരും കൂടുതൽ റൈസ് പ്രൊഡക്ഷനിലേക്കും റൈസ് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നതിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യും. ആ സീസണിൽ വീറ്റിന്റെ പ്രൊഡക്ഷൻ മാർക്കറ്റിൽ കുറവായിരിക്കും, വീറ്റിന്റെ സപ്ലൈ കുറവായിരിക്കും. ഓൺ ദി അതർ ഹാൻഡ്, നേരെ മറിച്ച് എ ഫോൾ ഇൻ പ്രൈസ് ഓഫ് റൈസ്, അതേസമയം റൈസിന്റെ വില ഇടിഞ്ഞാലോ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ ഡിക്രീസ് ഇൻ സപ്ലൈ ഓഫ് റൈസ്. റൈസിന്റെ സപ്ലൈ ക്വാണ്ടിറ്റിയിൽ കുറയാൻ കാരണമാകും. ആൻഡ് ആൻ ഇൻക്രീസ് ഇൻ സപ്ലൈ ഓഫ് വീറ്റ്, അത് പകരം നേരെ തിരിച്ച് ഗോതമ്പിന്റെ സപ്ലൈ വർദ്ധിക്കാനായിട്ട് കാരണമാവും. എല്ലാവരും വീറ്റിന്റെ കൾട്ടിവേഷനിലേക്ക് തിരിച്ചു പോകും.